ഉപ്പിന് പ്രധാനമായിട്ട് 4 സ്വഭാവ സവിശേഷതകളുണ്ട്. ഒന്നാമത്തേത് നിർമ്മലതയെ അല്ലെങ്കിൽ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ശുദ്ധമായി വിളയിച്ചെടുത്ത ഉപ്പിൽ അല്പം പോലും മാലിന്യം കാണുകയില്ല. സോഡിയം ക്ലോറൈഡ് നിർമ്മലതയെ അല്ലെങ്കിൽ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രീക്കുകാരും യഹൂദന്മാരും ബലിയർപ്പണ സമയത്ത് ബലിവസ്തുക്കളോടൊപ്പം ഉപ്പ് ഉപയോഗിച്ചിരുന്നത്. ഈ നോമ്പ് കാലത്ത് നാം ആത്മപരിശോധന ചെയ്യണം. എനിക്ക് നിർമ്മലമായ ഹൃദയവും പരിശുദ്ധമായ മനസാക്ഷിയുമുണ്ടോ എന്ന്. ഇന്നത്തെ ലോകത്തിൽ നിർമ്മലത അല്ലെങ്കിൽ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ. പൂനായിൽ നടന്ന ഒരു സംഭവം. വലിയൊരു പട്ടാള ഉദ്യോഗസ്ഥൻ ഒരു അവധി ദിവസം പൂനായിലുള്ള പ്രധാനപ്പെട്ട ഒരു ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിന് വേണ്ടി ചെന്നു. അദ്ദേഹം ലൈബ്രറിയിൽ പ്രവേശിച്ച് പല പല പുസ്തകങ്ങളും തപ്പി അതിനുശേഷം ഒരു തടിമാടൻ പുസ്തകമെടുത്തു, അനേകം പേജുകളുള്ള. അത് വിടർത്തി. അപ്പോൾ കയ്യിലെന്തോ കടിക്കുന്നത് പോലെ തോന്നി. കട്ടുറുമ്പാണെന്ന് വിചാരിച്ചു. കൈ കുടഞ്ഞു. അപ്പോൾ താഴേക്ക് ചാടിയത് ഒരു ചെറിയ അണലിപ്പാമ്പിന്റെ കുഞ്ഞാണ്. തന്റെ കട്ടിയുള്ള ബൂട്ട്സ് കൊണ്ട് അണലിപ്പാമ്പിനെ ചവിട്ടി മരിച്ചു കൊന്നു. കാര്യമായിട്ടെടുത്തില്ല. കാരണം ചെറിയൊരു അണലിപ്പാമ്പിന്റെ കുഞ്ഞ്. വിഷം കാണുകയില്ല എന്ന് വിചാരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അല്പം തലവേദന അനുഭവപ്പെട്ടു. വീണ്ടും ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ബോധം കെട്ട് നിലത്ത് വീണു. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വഴിക്ക് വെച്ച് തന്നെ ഇദ്ദേഹം മരിച്ചു. ചെറിയ അണലിപ്പാമ്പിന്റെ കുഞ്ഞായിരുന്നെങ്കിലും അതിന് ഉഗ്രമായ വിഷമുണ്ടായിരുന്നു. അരമണിക്കൂർ പോലും ജീവിക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞതുപോലെ നാം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകൾ പലതും തന്നെ ആത്മാവിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തും, ആത്മാവിനെ കൊല്ലുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന ചെയ്യണം. എന്റെ നിർമ്മലതയും പരിശുദ്ധിയും നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന്. ഉപ്പിന്റെ രണ്ടാമത്തെ സ്വഭാവ സവിശേഷത അത് മുറിവുകളെ സുഖപ്പെടുത്തുന്നു. പലസ്തീനായിൽ ഇന്നത്തേതുപോലെ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകളോ ആന്റിബയോട്ടിക് ഔഷധങ്ങളോ ഒന്നുമില്ലായിരുന്നു. മുറിവുണ്ടായി കഴിയുമ്പോൾ പഴുക്കാതിരിക്കുന്നതിന് വേണ്ടി ഉപ്പ് പുരട്ടും. അല്പം വേദന അനുഭവിക്കും, പക്ഷെ പെട്ടെന്ന് കരിയുകയും ചെയ്യും. മുറിവുകളെ സുഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ആത്മപരിശോധന ചെയ്യണം. മറ്റുള്ളവരുടെ മുറിവിനെ സുഖപ്പെടുത്തുന്നുണ്ടോ അതോ കുത്തി വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് സംസാരം വഴി, പെരുമാറ്റം വഴി. പലപ്പോഴും പ്രായം ചെന്നവരെ നാം കുത്തി വേദനിപ്പിക്കാറുണ്ട്. ഇഷ്ടമില്ലാത്തവരെ വെറുപ്പോടുകൂടി വീക്ഷിച്ചുകൊണ്ട് നാം അവരെ വേദനിപ്പിക്കാറില്ല. നല്ല ശബറായക്കാരനെ പോലെ നമുക്ക് മറ്റുള്ളവരുടെ മുറിവിനെ സുഖപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുന്നത്. ഉപ്പിന്റെ മൂന്നാമത്തെ സ്വഭാവ സവിശേഷത അത് ചീഞ്ഞഴിഞ്ഞുകളെ തടസ്സപ്പെടുത്തുന്നു. മത്സ്യവും മാംസവും കേടുവരാതെ സൂക്ഷിക്കാൻ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപ്പിലിട്ട് സൂക്ഷിക്കാറുണ്ട്, അച്ചാറുകളെയൊക്കെ. എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചീഞ്ഞഴിഞ്ഞുകളെ തടസ്സപ്പെടുത്തണം. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ആഘോഷങ്ങൾക്ക് പോകുക, അതിനുശേഷം മദ്യം കഴിക്കുന്നു, അവരോടൊപ്പം അവരെ പിണക്കാതിരിക്കാൻ. ആ ചീഞ്ഞഴിഞ്ഞിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. കുറ്റം പറയുന്നവരുടെ അടുത്ത് ചെന്ന് നാം അതിന് സഹകരിക്കുന്നു, ചീഞ്ഞഴിഞ്ഞിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അശ്ലീല സംഭാഷണത്തിൽ ഏർപ്പെടുന്നു, ചീഞ്ഞഴിഞ്ഞിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് ചീഞ്ഞഴിഞ്ഞുകളെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിലുള്ള ചീഞ്ഞഴിഞ്ഞുകളെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തടസ്സപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഉപ്പിന്റെ നാലാമത്തെ സ്വഭാവ സവിശേഷത
അത് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി നൽകുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ആസ്വാദം നൽകുന്നു. കൃത്യമായിട്ട് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ടാകും. എന്റെ സ്വഭാവം, എന്റെ പെരുമാറ്റം മറ്റുള്ളവർക്ക് അരോചകമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, മാതാപിതാക്കന്മാർക്ക്, അയൽക്കാർക്ക്, മേലധികാരികൾക്ക് എന്റെ സംസാരവും പെരുമാറ്റവും അരോചകമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവമുള്ളവർ മറ്റുള്ളവർക്ക് നീരസം ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ഉപ്പിന് പ്രധാനമായിട്ട് 4 സ്വഭാവ സവിശേഷതകളുണ്ട്. ഈ സ്വഭാവ സവിശേഷതകൾ ഇല്ലെങ്കിൽ ഉറകെട്ടുപോയ ഉപ്പിന് തുല്യമായിരിക്കും. ഉറകെട്ടുപോയ ഉപ്പ് യാതൊന്നിനും കൊള്ളുകയില്ല. പുറത്തേക്കെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടുവാനല്ലാതെ യാതൊന്നിനും കൊള്ളുകയില്ല. ഉറകെട്ടുപോയ ഉപ്പിനെ കുറിച്ച് ഈശോ പറഞ്ഞത് പലസ്തീനയിലെ സാഹചര്യത്തിൽ നിന്നാണ്. അന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി അടുപ്പുണ്ടാക്കുമ്പോൾ അടുപ്പിന്റെ അടിയിൽ ഉപ്പ് നിറച്ചിരിക്കും. കാരണം ഉപ്പിന് താപവാഹക ശക്തിയുണ്ട്. ഉപ്പ് കലർത്തിയ അടുപ്പുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടുപിടിക്കുകയും പെട്ടെന്ന് പാകം ചെയ്യുകയും ചെയ്യുന്നു. അനേകം ആഴ്ചകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അനേകം മാസങ്ങൾ കഴിയുമ്പോൾ ചൂടേറ്റേറ്റ് ആ താപവാഹക ശക്തി നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും? ആ അടുപ്പ് പൊളിക്കുകയും ഉപയോഗമില്ലാത്ത ആ ഉപ്പ് വഴിയിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്യും. വീണ്ടും നല്ല ഉപ്പ് ആ അടുപ്പിൽ നിറയ്ക്കുകയായിരിക്കും, അടുപ്പിന്റെ അടിയിൽ നിറച്ചു വയ്ക്കും. ഇങ്ങനെ പുറത്തേക്ക് എറിഞ്ഞു കളയുന്ന ഉപ്പിന് യാതൊരുവിധ ഗുണവും കാണുകയില്ല. മനുഷ്യരാൽ ചവിട്ടപ്പെടുവാനല്ലാതെ ഒന്നിനും കൊള്ളുകയില്ല. ഈ നോമ്പ് കാലത്ത് ഞാൻ ഈ 4 സ്വഭാവ സവിശേഷതയും കാണിക്കുന്നില്ലെങ്കിൽ ഉറകെട്ടുപോയ ഉപ്പിന് തുല്യമായിരിക്കും. പുറത്തേക്കെറിയും, മനുഷ്യരാൽ ചവിട്ടപ്പെടുവാനല്ലാതെ ഒന്നിനും കൊള്ളുകയില്ല. അതുകൊണ്ട് ഇനി എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്കറിയാൻ പാടില്ല. ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശമായിട്ട് തീരുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം.